السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. നാല് വിഷയങ്ങൾ, നാല് കാര്യങ്ങൾ, അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമുക്കത് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു തആല അൻഹു സയ്യിദുന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, അർബഉൻ മിനസ് സഅദത്ത്, നാല് കാര്യങ്ങൾ അത് വിജയത്തിൻ്റെ അടയാളങ്ങളാണ്, വിജയത്തിൽപ്പെട്ട നാല് കാര്യങ്ങൾ. ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ, നല്ല ഭാര്യ, സ്വാലിഹത്തായ ഭാര്യ, ദീനിയായ ഭാര്യ, ഭർത്താവിനെ അനുസരിക്കുന്ന, അദ്ദേഹത്തിന് ഖിദ്മത്തുകൾ ചെയ്യുന്ന, ദീനീ വിഷയങ്ങളിൽ ഭർത്താവിൻ്റെ എല്ലാ ആജ്ഞകളും അംഗീകരിക്കുന്ന സ്വാലിഹത്തായ ഭാര്യ. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും അവൾ ഭർത്താവിൻ്റെ ഉമ്മ, ഉപ്പ, മറ്റു ബന്ധുമിത്രാദികളെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ, സ്വന്തം കുടുംബമിത്രാദികളെപ്പോലെ കാണുകയും അവർക്ക് നൽകേണ്ടുന്ന ബഹുമാനവും ആദരവും ഒക്കെ നൽകാൻ അവൾ തയ്യാറാകും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സമ്പത്തിനും അവൻ്റെ മക്കൾക്കും ഒക്കെ ആ സ്ത്രീ എല്ലാ നിലക്കും അവന് അനുകൂലമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവളായിരിക്കും. ഒരിക്കലും ഭർത്താവിനെ ധിക്കരിക്കാനോ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അവഗണിക്കാനോ അദ്ദേഹത്തെ മോശമായി കാണാനോ ചിത്രീകരിക്കാൻ അവൾ തയ്യാറാകില്ല, നല്ല സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ. അതോടൊപ്പം 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന വിഷയങ്ങളിലും തഹജ്ജുദ് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രത്യേകം ഭർത്താവിനെ വിളിച്ചുണർത്താനും അദ്ദേഹത്തിനെ ആ വിഷയങ്ങളിലൊക്കെ സഹായിക്കാനും ഇവൾ തയ്യാറാകും. ഈ രൂപത്തിൽ ഉള്ള സ്വാലിഹത്തായ ഒരു ഭാര്യ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ വിജയം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന വിഷയത്തിൽ തർക്കമില്ലല്ലോ. രണ്ടാമത്തെ വിഷയം മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ മസ്കറുൽ വാസിഅ, വിശാലമായ വീട്. വീടൊരു കുടുസായ വീടാണ് എങ്കിൽ അതിൽ ഒരു ശാന്തി, സമാധാനം, സന്തോഷം ഉണ്ടാകില്ല. എൻ്റെ വീട് ചെറുതായി പോയല്ലോ, ഒരല്പം എൻ്റെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ റൂം, അവർക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അത്യാവശ്യം സൗകര്യമുള്ള വീട് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ. അപ്പോൾ വിശാലമായൊരു വീട്, അത് ഓരോരുത്തരുടെയും സമ്പത്തിനനുസരിച്ചുള്ള ഒരു വീടുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൽ വിജയത്തിൻ്റെ നിദാനമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, വൽജാറുൽ സ്വാലിഹ്, നല്ല സ്വാലിഹീങ്ങളായ നല്ലവരാകുന്ന അയൽവാസികൾ. നമുക്ക് വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അയൽവാസികൾ മോശമായി കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കാൻ പ്രയാസമായിരിക്കും. കാരണം അവരുടെ ഭാഗത്തുനിന്നുള്ള കുത്തുവാക്കുകളും അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രയാസപ്പെടുത്തലുകളും മറ്റുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകില്ലല്ലോ. അപ്പോൾ നല്ല സ്വാലിഹീങ്ങളായ അയൽവാസികളാണ് എങ്കിൽ എല്ലാ നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും സഹകരിക്കാനൊക്കെയുള്ള വിശാലമായ മനസ്സുള്ളവരാണ് എങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. നാലാമതായി മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് അൽ മുർക്കബുൽ ഹനി, നല്ല വാഹനം, കേടുപാടുകളില്ലാത്ത, ഞാൻ യാത്ര പോകുമ്പോൾ നമ്മളെ വഴിയിൽ കൊടുക്കാത്ത നല്ല വാഹനമാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. നമ്മുടെ കുടുംബത്തോടൊപ്പം ബസ്സിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളത് പലപ്പോഴും വലിയ പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. ബസ്സിൽ കയറിയാൽ ചെറിയ മക്കളെ കൊണ്ടൊക്കെ കയറുമ്പോൾ സീറ്റ് ലഭിക്കാതിരുന്നാൽ, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ, അതല്ലെങ്കിൽ ബസ്സിന് കാത്തുന്ന എത്രയോ സമയം നമുക്ക് അതിൻ്റെ മേൽ നഷ്ടപ്പെട്ടു പോകാറില്ലേ. ഇങ്ങനൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് കുടുംബത്തോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച നല്ലൊരു വാഹനമുണ്ടായി തീരുക എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.